ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന് പേർ വെളിപ്പെടുത്താത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സിസ്സാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകളുടെ വിവാഹം വേഗത്തിൽ നടക്കേണ്ടതിനായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു വാതിൽ ആ മകൾക്ക് വേണ്ടി തുറക്കേണ്ടതിനായിട്ട് ഈ കുടുംബത്തിൻ്റെ നാളുകളായിട്ടുള്ള പ്രാർത്ഥന വിഷയമാണ്. കർത്താവ് അതിനകത്തൊരു അത്ഭുതം ചെയ്യണം. ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ ആ മകളുടെ മനസ്സ് മാറി അത്ഭുതകരമായ ഒരു വിവാഹത്തിൻ്റെ സ്റ്റെപ്പിലേക്കും ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. അതേപോലെ തന്നെ തൻ്റെ ജോലിയിൽ ഒരു ഉയർച്ചയും തൻ്റെ ഇളയ മകൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സഹോദരിക്കായിട്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ സീസണായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സഹോദരനെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ ആ മകൾക്ക് വേണ്ടി ലഭിക്കേണ്ടതിനായിട്ട് കർത്താവെ, ദൈവം ഒരുക്കിയ ഒരു തക്ക തുണ സ്വർഗം ഒരുക്കി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വാതിലങ്ങ് തുറന്നതിനായി സ്തോത്രം. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം വെളിപ്പെടണമേ അപ്പ, അങ്ങയുടെ രക്തം വെളിപ്പെടണമേ അപ്പ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. അപ്പ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതേപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രിയ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഉയർച്ച കൊടുക്കണം. ഇളയ മകൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടണം. യേശുവെ, അങ്ങ് തന്നെ അധികാരത്തിൽ ഞാൻ ഈ കുടുംബത്തെ രക്തക്കോട്ടയിൽ മറയ്ക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ ഈ സമയത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ വലിയ കരുണയാണ്, കർത്താവിൻ്റെ വലിയ കൃപയാണ് തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ തിരുവചനത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ സംഭവിക്കും. കാരണം ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവവചനം രൂപാന്തരങ്ങളെ കൊണ്ടുവരും. ഒന്നുകൂടെ പറഞ്ഞാൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഈ വചനം അയക്കപ്പെടുന്ന വചനമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അറിവിനും അപ്പുറത്തായി ഒരു വെളിപ്പാടായി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേളിലേക്ക് താക്കോലുകളുടെ കൈമാറ്റങ്ങൾ സംഭവിക്കും. താക്കോലുള്ളവൻ ഈസിയായി വാതിലുകൾ തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാളുകൾ മുട്ടിക്കൊണ്ടിരുന്ന ചിലവർ ഇപ്പോൾ ഈ വചന കേൾവിയിൽ അസാധാരണമായ വാതിലുകൾ തുറക്കുന്നത് കാണാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തും എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം ഇതിൽ തിരിച്ചറിയേണ്ടത്, ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വചനത്തിന് എൻ്റെ പാതകളെ തുറക്കാൻ പറ്റും. നിന്റെ തടസ്സങ്ങളെ മാറ്റി നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും പ്രാർത്ഥനയോടെ, കർത്താവെ, ഇന്ന് ഈ വചനം എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം കൊണ്ടുവരണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം കൊണ്ടുവരാൻ കഴിയും, മാറ്റം കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ വചനം വായിക്കുകയും ഇത് കേൾക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മിനിറ്റുകളിൽ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പദം വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയിലാണ്.
ബന്ധനത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ, തടസ്സത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നതെങ്കിൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു വചനത്തിന് ബന്ധനമില്ല. ആ ബന്ധനമില്ലാത്ത വചനം നിങ്ങളുടെ കെട്ടുകളെ, നിങ്ങളുടെ ബന്ധനത്തെ അഴിക്കാൻ പോവുകയാണ്. കാരണം എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിന് ചിലതിനെ മുറിക്കാൻ പറ്റും, ചിലതിനെ നീക്കാൻ പറ്റും. നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പോൾ ഈ വചന ശബ്ദത്തിനകത്ത് നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങണം. കാരണം എഫേസ്യ ലേഖനത്തിനകത്ത് വചനത്തെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ ഇതാ പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്കൊരു വെളിപ്പാട് പകരുകയാണ്. സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് ദൈവാത്മാവ് നമ്മോട് പറയുമ്പോൾ സർവായുധ വർഗം 6 കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഈ 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങളും ശരീരത്തിൽ ഫിക്സ് ചെയ്യുന്നതാണ്. എന്നാൽ വിശ്വാസം എന്ന പരിചയം, വചനം എന്ന വാൾ എടുത്തുകൊള്ളാനാണ് എന്നോട് നിങ്ങളോടും ദൈവാത്മാവ് സംസാരിക്കുന്നത്. ആ നിലയിൽ വിശ്വാസം ചലിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ വചനം എന്ന വാൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആണെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന കേൾവിയിൽ നിങ്ങൾക്ക് ചില വാതിലുകൾ തുറന്നു വരാൻ പോകുന്നു. കാരണം റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിക്കത്തില്ല എന്നുള്ള വലിയ ബോധ്യം ചിലവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, അവനെ കാത്തിരുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. നാളുകളായി ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, നാളുകളായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് പറയാനുണ്ട്, നീ ലജ്ജിക്കത്തില്ല. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ വെളിപ്പെടാത്തത് എന്തോ ഒന്ന് കർത്താവ് ഈ മിനിറ്റുകളിൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വ്യക്തമായി പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിലേക്ക് നോക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തനോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ലജ്ജിക്കത്തില്ല. എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വിശ്വാസത്തോടെ, ബലത്തോടെ കർത്താവെ, ഈ വചന കേൾവിയിൽ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. വാഗ്ദത്തത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് വാഗ്ദത്തത്തെ അവകാശം പ്രാപിക്കുമെന്ന് നിങ്ങൾ കേൾക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന, അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അധികാരം തന്നിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ദൈവമക്കളോട് എനിക്കൊന്ന് പറയാനുണ്ട്, നിങ്ങൾ അവകാശികളാണ്. വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാവിൽ അതിനെ പ്രാപിക്കാൻ തയ്യാറാകണം. ഞാൻ അവകാശിയാണ്. ഹല്ലേലൂയ. അവകാശി എന്നുള്ളൊരു പദം ഞാൻ ഈ ആരംഭത്തിൽ പറയുമ്പോൾ അവകാശി എന്ന പദം വെളിപ്പെടുന്നത് ബന്ധത്തിനകത്ത് നിന്നാണ്. ദൈവമക്കൾ എന്നുള്ള പദവിയിൽ ആ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞോണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകളെ ഞാൻ അവകാശം പറയും. ആ നിലയിൽ ശ്രദ്ധിക്കുന്ന ചിലരെ നോക്കിയിട്ട് ഇന്നത്തെ കുറിവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യത്തിലേക്ക്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചന സന്ദേശം വളരെ വ്യക്തതയോടെ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആദ്യമായി നമ്മൾ ചിന്തിച്ചത് 12-ാമത്തെ വാക്യമാണ്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരുടെ അനുകാരികൾ എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ പ്രാപിച്ച അനേക ഭക്തന്മാർ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ അനുകാരികൾ, നാമും അവരുടെ പിന്തുടർച്ചക്കാരാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നുകൂടി അറിവിന് പറയാണ്, ഈ പദം താഴോട്ട് വരുന്നത് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാം 99-ാമത്തെ വയസ്സ് വരെയും തന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മളുടെ തോപ്പിൽ താൻ തലകുനിഞ്ഞിരിക്കുന്ന സമയത്ത് 3 ദൂതന്മാർ തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ആ 3 ദൂതന്മാരുടെ മുമ്പിലേക്ക് താൻ ചെന്ന് അവരുടെ പാദം വരെയും കുനിഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും അവർക്ക് ഏറ്റവും നല്ലതുപോലെ അതിഥി സൽക്കാരം നടത്തുകയും ചെയ്തു. ആ ദൂതന്മാർ തങ്ങളുടെ ഭവനം വിട്ടുപോകുന്നതിന് മുമ്പേ തന്നോട് ദൂതറിയിച്ചു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറാ കൂടാരവാതിൽക്കൽ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാമോ? കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു ഭക്തനോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അടുത്ത വർഷം ഇതേ സമയം ഞാൻ മടങ്ങി വരുമ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
ഞാൻ ഈ ആരംഭത്തിൽ ചിലവരെ നോക്കി ദൂത് കൈമാറുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങൾ ഇനിയും അടുത്തൊരു ദൈവാസനിൽ നിന്ന് ഒരു വാഗ്ദത്തം വീണ്ടും കേൾക്കുകയല്ല. ഇന്ന് വരെയും നിങ്ങൾ കേട്ടത് ചിലത് നിവർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ അവകാശത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ അങ്ങനെ തന്നെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ അവകാശികളായി തീരാൻ പോകുന്നു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട്, അവകാശിയായാൽ പ്രയോജനം എന്താണ്? 430 വർഷം സ്വന്തം ജനമായി ഇസ്രായേൽ മക്കൾ അടിമത്വത്തിലായിരുന്നു. അടിമത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ സ്വതന്ത്രരല്ല. എല്ലാ ദിവസവും അവരുടെ മുകളിൽ ഫറവോൻ ആധിപത്യം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ചിരിക്കുകയോ ഒന്ന് സന്തോഷിക്കുകയോ ചെയ്യാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു. അവർക്കൊരു നല്ല വസ്ത്രം ഇടാൻ കഴിയത്തില്ലായിരുന്നു. അവർ എന്നും ഫറവോന്റെ അടിമകളായിരുന്നു. അവരുടെ ജീവിതം കണ്ണുനീരിലായിരുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, യഹോവ അരുൾ ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി മോശയോട് യഹോവ പറയുന്ന പദമാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്. അവരുടെ സങ്കടം ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് കഷ്ടപ്പാടും കണ്ണുനീരും നിലവിളിയും മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ വിളിക്കുന്ന വിളിപ്പേരാണ് അടിമത്വം അല്ലെങ്കിൽ അടിമകൾ. ആ അടിമത്വത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ പോവുകയാണ്. ഇതാ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയം മുതൽ അവർ ചെങ്കടലിന് മുമ്പിൽ വരുന്ന സമയം വരെയും അവരെ വഴിയണഞ്ഞു. അവർ പറയുന്നു, ഞങ്ങൾ മിസ്രയീമിൽ മരിച്ചാൽ മതിയായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നും കണ്ണുനീര. കാരണം പുറകിൽ ഫറവോൻ വന്ന് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആഴം പറയുകയാണ്, ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരെയും അവരുടെ അകത്ത് അടിമത്വമാണ്. അടിമത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അടിമകൾക്ക് അല്ലെങ്കിൽ ദാസന്മാർക്ക് ഒരു നന്മയും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ നന്മകൾ കാണാൻ കഴിയും, നന്മകൾ കേൾക്കാൻ കഴിയും. പക്ഷെ ആ നന്മ അവകാശമാക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ആ നന്മ അവർക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരുടെ ജീവിതത്തിനകത്ത് നാളുകൾ നിൽക്കുന്ന കണ്ണുനീര്, കഷ്ടപ്പാടുകൾ, വേദനകൾ, ആ അടിമത്തം പോലെ നിൽക്കുന്ന ചങ്ങലകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ. കർത്താവേ, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിനകത്ത് അടിമത്വം എന്നുള്ള ശക്തി പൊട്ടി മാറട്ടെ. ഇവർ സ്വതന്ത്രരെന്നും ഇവർ ദൈവത്തിൻ്റെ മക്കളെന്നും വിളിക്കപ്പെടട്ടെ. ഇവർ അവകാശത്തിലേക്ക് പോകുന്നത് ഇവരുടെ പട്ടണം തിരിച്ചറിയട്ടെ. ഇവരുടെ ആ ദേശത്തിൽ ഇവരുടെ പേര് മാറട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കയറി അക്കരെ ചെല്ലുമ്പോൾ മിരിയാമും കൂട്ടരും തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കുക. എന്തിനാ മിരിയാമേ നീ ഇന്ന് സന്തോഷത്തോടെ ആരാധിക്കുന്നത്? മിരിയാം പറയും, എൻ്റെ തലമുറകളെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഫറവോൻ നൈൽ നദിയിൽ മുക്കിക്കൊന്നതാണ്. എൻ്റെ ദൈവമായ യഹോവ ഇതാ മിസ്രയീമിനെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ്. എൻ്റെ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ഞങ്ങളിതാ നിവർത്തിയിലേക്ക് വരുന്നു. ഇനി ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ അവകാശികളാണ്. ചെങ്കടൽ കയറിയ ജനത്തോട് ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, അടിമത്വമെന്ന ഭയമോ അടിമത്വമെന്ന ചങ്ങലയോ ഞങ്ങളുടെ മേളിലില്ല. കാരണം ഫറവോൻ അവസാനിച്ചിരിക്കുകയാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ അടിമത്വം എന്നുള്ള ചങ്ങല പൊട്ടിയിട്ട് അവകാശത്തിലേക്ക് വരികയാണ്. ഞാൻ ഒന്നുകൂടി ആ പ്രവചന ശബ്ദം വിളിച്ചു പറയുന്നു, ഇതുവരെയും കേട്ട വർഷങ്ങളായി, 20 വർഷം കേട്ട, 30 വർഷം കേട്ട ആ വാഗ്ദത്തങ്ങൾ നിങ്ങൾ നിവർത്തീകരണത്തിലേക്ക് വരികയാണ്. നിങ്ങൾ അവകാശികളായി തീരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നത് എനിക്ക് കാണാം. അവർ അവകാശത്തിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ഈ സമയത്ത് വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ നിങ്ങൾ വാഗ്ദത്തം കേട്ടവരാണെന്ന്. ഞാൻ നിങ്ങളോട് ചിരിച്ചുകൊണ്ടൊരു പദം പറയട്ടെ. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഓരോ ആരാധനയിലും ഓരോ മീറ്റിങ്ങുകൾ കടന്നു പോകുമ്പോഴും ഇന്ന് ആ ദൈവാസികളോട് ദൂത് കേൾക്കണമെന്ന് ആഗ്രഹം. കേൾക്കാൻ മാത്രമാണ് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ആ കേൾക്കുന്നതിനേക്കാൾ വലിപ്പമാണ് പ്രിയരെ ആ കേട്ടത് നിവർത്തീകരിക്കപ്പെടുക എന്നുള്ളത്. ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ടൊരു പദം വിളിച്ചു പറയട്ടെ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. നിങ്ങൾ അവകാശികളായി തീരണം. നിങ്ങൾ ആ നന്മ കാണണം. നിങ്ങളുടെ തലമുറയ്ക്ക് വിവാഹത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ആ സമയം കഴിഞ്ഞു നിൽക്കുന്ന ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടിയുള്ളൊരു സമയമുണ്ട്. എന്നാലും വർഷങ്ങളായിട്ട് വാടക വീട് കയറി ഇറങ്ങി ജീവിച്ചു തീരുന്ന ഒത്തിരി പേരെന്നെ
എന്നെ കേൾക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജോലി 50-ാമത്തെ വയസ്സിലല്ല ലഭിക്കേണ്ടത്, ദൈവം പറഞ്ഞ സമയത്ത് ലഭിക്കേണ്ടതിനായിട്ട് ആത്മാവിൽ അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ അവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരാൻ പോവുകയാണ്. ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു. നിങ്ങളുടെ സാക്ഷ്യം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്ന് ലോകക്കാർ അറിയട്ടെ. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊന്ന് ചിന്തിക്കുകയാണ്, ചിലത് ഡിലേ ചെയ്യുന്ന ശക്തികളുണ്ട് കേട്ടോ. ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേളിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മോശെ ദൈവം അയച്ചത് ഇനി നീ പരാജയപ്പെട്ടെന്ന് പറയാനല്ല. മോശെ ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പേ മോശയോട് പറഞ്ഞു, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പൂരി മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഇതാ മോശയുടെ ജീവിതത്തിൽ പുത്തനൊരു അഭിഷേകത്തിന്റെ ചെരുപ്പിടിക്കുകയാണ്. ഈ ചെരുപ്പിന്റെ പ്രത്യേകത തളരാത്ത ചെരുപ്പാണ്. അറിയാം, കാരണം എന്താ ഞാൻ ഈ പറയുന്നതെന്ന് അറിയാം. മോശ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല ഫറവോനോട് ചെന്ന് പറഞ്ഞത്, എൻ്റെ ജനത്തെ യഹോവയെ ആരാധിക്കുവാൻ വിട്ടയക്കുക, ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കുക. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരാധിക്കാൻ പറ്റാത്ത എതിരുകൾ ഉണ്ടാകാം. നിങ്ങളുടെ അവകാശത്തിലേക്ക് നിങ്ങൾ വരിക. നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ കൂടെ അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ചങ്ങലകൾ പൊട്ടുകയും എൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ നന്മകളെ ഞാൻ അവകാശം പറയാൻ പോകുകയാണ്. നിങ്ങൾ നോക്കണം, ഈ ഫറവോന്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഫറവോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമേ ഹല്ലേലൂയ ഫറവോൻ തരാമെന്ന് പറയും, എന്നാൽ ഇച്ചൂടെ കഴിഞ്ഞ് വാക്കങ്ങ് മാറും, ഞാൻ തരത്തില്ലെന്ന് പറയും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഫറവോന്റെ മുമ്പിലേക്ക് 9 പ്രാവശ്യം മോശ ചെല്ലുകയാണ്. മടുത്തു പോകുന്ന ഒത്തിരി പേരുണ്ട്. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, ദൂത് കേട്ടു, അതിപ്പോൾ സംഭവിക്കും, ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും നടക്കാതെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു മാറുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവകാശിയുടെ പ്രത്യേകത, അവൻ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നതോടെ അനുകാരികളായിത്തീരും. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറയട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ ദൈവത്തെ അറിയുന്ന സമയത്ത് എൻ്റെ അപ്പനോ അമ്മയോ ഒന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഞാൻ വലിയ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ തലമുറ, ഞാൻ ഈ പദം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ, എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ ബന്ധുക്കാരോ ആരും ദൈവത്തെ അറിയാതെ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒത്തിരി എതിർപ്പുകളും ഒത്തിരി സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ എൻ്റെ തലമുറ ആ പ്രശ്നങ്ങളിലൊന്നും കയറിയിട്ടില്ല. കാരണം ഞാൻ ഇന്നായിരിക്കുന്ന അനുഭവത്തിനകത്തുനിന്ന് അവർ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം. ഞാൻ 17-ാമത്തെ വയസ്സിലാണ് ദൈവത്തെ അറിയുന്നത്, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ സ്വീകരിക്കുന്നത്. ആ നിലയിൽ നിൽക്കുമ്പോൾ എൻ്റെ മക്കള് ജനിച്ചു വീഴുന്ന ആ സമയം മുതലേ അവർ ആരാധനയിലാണ് ജനിച്ചു വീഴുന്നത്. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് അവരെ അറിവുള്ള സമയം മുതലേ മുമ്പോട്ട് പോകുന്നത്. കാരണം അവരോട് ഇനി ഞാൻ കടന്നുപോയ പാതകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ നിങ്ങളുടെ അറിവിന് പറയാം, ഞാൻ 17-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അന്നു മുതൽ ഞാൻ കേൾക്കുന്ന ദൂത്, നീ അനേകർക്കൊരു നന്മയാകും, നിന്നെ ദൈവം ഉപയോഗിക്കും, അനേകരുടെ ബന്ധനങ്ങൾ നിന്നിലൂടെ ദൈവം അഴിക്കും, അനേകരെ നീ സ്നാനപ്പെടുത്തും. പക്ഷേ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി കാണുന്നില്ല. 26-ാമത്തെ വയസ്സായപ്പോൾ ഒരു സഭയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം കിട്ടി, മൈക്ക് പിടിക്കാൻ അവസരം കിട്ടി. വാസ്തവമായിട്ടും 28-ാമത്തെ വയസ്സ് മുതലാണ് 1-2 മീറ്റിങ്ങുകൾ ലീഡ് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തരുന്നത്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, അവിടെ തുടങ്ങി എൻ്റെ വേഗത വർദ്ധിച്ചു. വേഗത്തിൽ 30-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശുശ്രൂഷയിലേക്ക് കാൽ വെച്ചു. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, 35-ാമത്തെ വയസ്സിൽ ഞാൻ ജോലി വിട്ട് ഫുൾ ടൈമിലേക്ക് മാറി. ഇതെല്ലാം കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാണ്. ആ വാഗ്ദത്തത്തെ ഞാൻ നാളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അവകാശത്തിലേക്ക് വരികയായിരുന്നു. എന്നാൽ എൻ്റെ തലമുറയുടെ പ്രത്യേകത, ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ മൂത്ത മോൻ 5-ാമത്തെ വയസ്സിൽ മൈക്ക് പിടിച്ച് പാടാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ 26-ാമത്തെ വയസ്സിൽ ആദ്യം മൈക്ക് പിടിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ 5-ാമത്തെ വയസ്സിൽ ന്യൂ ഇയർ മീറ്റിങ്ങിന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അനുകാരികളായി തീരുമെന്ന് പറയുമ്പോൾ തന്നെ ചിലവർ ഇന്ന് സ്പീഡ് വർദ്ധിക്കുന്നത് പോലെ ഇന്നലകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തതിനേക്കാൾ വലിപ്പത്തിൽ നിങ്ങൾ കാലുവയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ അസാധാരണമായ ഒരു തലത്തിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. ഞാൻ ഈ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫറവോന്യ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തരാമെന്ന് പറഞ്ഞാലും അവൻ തരത്തില്ല. നിങ്ങൾ ചോദിക്കുന്നതിൽ നിങ്ങൾ മടുക്കരുത്, നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുന്നതിൽ നിങ്ങൾ മടുക്കരുത്. നിങ്ങൾ അസാധാരണമായ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ കാണേണ്ടവരാണ്. നിങ്ങൾ അവകാശമാകേണ്ടതാണ്. ആ തലത്തിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ ഓടി വന്ന് ഫറവോന്യ ലക്ഷണത്തെക്കുറിച്ചൊന്ന് പറയുകയാണ്. അത് തിരിച്ചറിയണം. അതിനകത്തു നിന്ന് നിങ്ങൾ ജയം പ്രാപിക്കാൻ തയ്യാറാകണം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോൻ മോശെയും അഹ്റോനെയും വിളിപ്പിച്ചു,
നിങ്ങൾ പോയി ദേശത്ത് വച്ച് തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു. അതിന്റെ 28-ാമത്തെ വാക്യം, അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഈ 2 വാക്യങ്ങൾ നോക്കേ. ഫറവോൻ പറയാണ്, വിടാം, നിങ്ങളുടെ ദേശത്ത് തന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത പദം അതിനകത്ത് ആ നിലയിൽ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഫറവോൻ പറയാണ്, ഇതാ ഞാൻ നിങ്ങളെ മരുഭൂമി വരെ വിടാം, പക്ഷെ ദൂരത്ത് മാത്രം നിങ്ങൾ പോകരുത്. ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാൻ, ഇങ്ങനെയാണ് വാഗ്ദത്തങ്ങളെ ഫറവോന്യ ശക്തി മുറുകെ പിടിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 9ാമത്തെ പ്രാവശ്യത്തിലേക്ക് ഇതാ ഫറവോന്റെ അടുക്കൽ മോശ ചെല്ലുകയാണ്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, അപ്പോൾ ഫറവോൻ മോശയെ വിളിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിക്കുവിൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, 9ാമത്തെ പ്രാവശ്യം മോശയോട് അഹരോനോടും പറയുക, നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും കൂടെ കൊണ്ടുപോക്കോ, പക്ഷെ നിങ്ങളുടെ ആടുമാടുകൾ ഞാൻ തരത്തില്ല, അതിവിടെ നിൽക്കട്ടെ. ഫറവോന്യ ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഒരകലം വിട്ടു പോകരുതെന്നുള്ളതാണ്. അവന്റെ പിടിക്കകത്ത് നിങ്ങൾ നിൽക്കണം. ഇച്ചിരി അയഞ്ഞെന്ന് ഓരോ ആരാധനയിലും നമുക്ക് തോന്നും, ഒരു വിടുതൽ വന്നു എന്ന് തോന്നും, പക്ഷെ ഇച്ചൂടെ കഴിയുമ്പോൾ പോയതിനേക്കാൾ വലിപ്പത്തിൽ തിരിച്ചു പിടിക്കും. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അഭിഷേകത്തിന് ഇത് പൊട്ടിക്കുവാൻ കഴിയും. അഭിഷേകം നിങ്ങളെ ആൾ മാറി വരെ പോലെയാക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ശിംശോന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇപ്പോൾ ചിലവരുടെ ബന്ധനം അഴിയുകയും നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് കയറുകയും ചെയ്യും. ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾ മടുത്തു പോകരുത്, നിങ്ങൾ മന്ദതയുള്ളവരാകരുത്, നിങ്ങൾ അവകാശത്തിലേക്ക് കയറണം. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇന്നലകളിൽ ജീവിതത്തിനകത്ത് മടുത്തു പോയവർ, മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് ഓടി വരണം. കാനാന്യ സ്ത്രീയുടെ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കാനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതും, ഒന്നാമത് അവൾ ചോദിച്ചു, രണ്ടാമത് ചോദിച്ചു, വീണ്ടും യേശുവിന്റെ പുറകെ വരുന്ന ഭാഗങ്ങളാണ് നാം കാണുന്നത്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞാൻ പ്രസംഗിക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ഭാഗം ചിന്തിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങളെ ഡിലേ ചെയ്യുന്ന ശക്തികളുണ്ട്. അതിനെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇപ്പോൾ അഴിച്ചു കളയാൻ പോവുകയാണ്. ആ വാക്യത്തിനകത്തോട്ട് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. ആ ദേശത്തു നിന്ന് ഒരു കാനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾ ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. 23-ാമത്തെ വാക്യം, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് വലിയ ആഴങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതാ ഒരു ജാതീയ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? എൻ്റെ മകളെ ഒന്ന് വിടുവിക്കണം, അവളെ സൗഖ്യമാക്കണം. വാസ്തവമായിട്ടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാളെ ദൈവം വിടുവിക്കത്തില്ല. എന്നാൽ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഞാൻ കൊണ്ട് വിളിച്ചു പറയാണ്, നിങ്ങൾ അവകാശിയാകണമെങ്കിൽ നിങ്ങൾ ബന്ധത്തിലേക്ക് വരണം. അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകാൻ അധികാരം തന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ജാതീയ സ്ത്രീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ യേശു ഒന്നും വേണ്ടിയില്ല. നിങ്ങൾ ഈ സമയത്ത് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, കർത്താവെ, അങ്ങയുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു എന്നും അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടിയാണ് ഒഴുക്കപ്പെട്ടതെന്നും ഞാൻ മനസ്സിലാകുന്നു. മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കയറിയത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ ഒരു പദവി വരുന്നു, മകനെന്നും മകളെന്നും. ആ തരത്തിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, ഇന്നു മുതൽ നീ നശിക്കാൻ പോവുകയല്ല. രക്ഷിക്കപ്പെട്ട നിങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട്, നിങ്ങൾ അവകാശികളായി തീരാൻ പോവുകയാണ്. ഈ കാനാന്യ സ്ത്രീ ഹല്ലേലൂയ പുറകെ വരികയാണ്. ഒന്നാമത് അവൾ നിലവിളിച്ചു പറഞ്ഞു, രണ്ടാമത് ശിഷ്യന്മാർ പറയാണ് പുറകെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്, അവളെ പറഞ്ഞു വിടണമേ. മൂന്നാമത് അവൾ നിലംബരെ കുനിഞ്ഞ് ദൈവത്തെ ആരാധിച്ചത് കാണുന്നു. ഹല്ലേലൂയ, അവൾ ആരാധിച്ചിട്ടും വിടുതലില്ല. നാലാമത് കർത്താവിൻ്റെ അടുക്കലേക്ക് അവൾ വരുമ്പോൾ അതിൻ്റെ 25-ാമത്തെ വാക്യം, എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നാലാമത് അവൾ വന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, എത്ര ചോദിച്ചിട്ടും വിടുതലില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്മാറുകയല്ല,
അവൾ ദൈവത്തിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവൾ വെളിപ്പാട് പറയുന്നു. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണേ. 26, 27 വാക്യങ്ങൾ. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നു, നമ്മല്ല എന്ന് ഉത്തരം പറഞ്ഞു. 27, അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവസാനം അവൾ പറയാണ്, മേശമേൽ നിന്ന് താഴെ വീഴുന്ന അപ്പം നുറുക്ക് എൻ്റെ അവകാശമാ, നായ്ക്കുട്ടി അവകാശമാ, എൻ്റെ അവകാശമാ, ആ അവകാശം ഞാൻ കൊണ്ടുപോയിരിക്കും. നിങ്ങൾ വിശ്വസിക്കാമോ? മടുത്തു പോകാതെ അവൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. മോശ തൻ്റെ അവകാശത്തെ ഫറവോനോട് വീണ്ടും വീണ്ടും ചോദിച്ച് അവൻ അവകാശത്തിലേക്ക് വരികയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാമോ? എൻ്റെ മാരേജ് കഴിഞ്ഞ് ജൂൺ 3 അത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാരേജ് നടക്കാൻ നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. റോയ് പാസ്റ്ററിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കല്യാണം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കല്യാണം ജൂൺ 3 ബ്രദർ പറഞ്ഞ പോലെ തന്നെ കല്യാണം നടന്നു. അത് നിനക്ക് താടിയുള്ള ഒരാൾ വരും, നിന്നെ വന്ന് ചോദിക്കും, അങ്ങനെയൊക്കെയാണ് ബ്രദർ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ കല്യാണം നടന്നു. ജൂൺ 3 കല്യാണം നടന്നു. സെപ്റ്റംബർ മാസം ഹസ്ബൻഡ് പോർച്ചുഗലിലേക്ക് പോയി. ആളവിടെ ആയിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിയൊന്നുമില്ല. 6 മാസം ഭയങ്കരമായി കഷ്ടപ്പെട്ട്, ഭയങ്കര ബുദ്ധിമുട്ടി, കയ്യിൽ കാശ് പോലും ഇല്ലാണ്ട് ബുദ്ധിമുട്ടി. റൂം ഉണ്ടായിരുന്നിട്ട് അവർ റൂമിൽ നിന്ന് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് റൂം കൊടുത്തു, അവിടെ പോയി താമസിച്ചു. പിന്നെ നേരെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ജോലിക്ക് കയറി, ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ നന്മകളെ വിട്ടുതരാത്ത ചില ശക്തികളുണ്ട്. നാം അവകാശത്തിലേക്ക് പോകരുതെന്ന് പറയുന്ന ചില ശക്തികളുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവരുമില്ല, അത് ബ്രേക്ക് ആകുകയാണ്. യേശുവേ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലിലും അങ്ങയുടെ രക്തത്താൽ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ നാമത്താലും ഞങ്ങൾ ജയം പറയുന്നു. പൂർണ്ണ വിടുതലിലേക്ക് ഇവർ വരട്ടെ, അത്ഭുതത്തിലേക്ക് ഇവർ കയറട്ടെ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരേ, വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നെങ്കിൽ വേഗത്തിൽ തന്നെ ഈ നമ്പറിൽ വിളിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് അത്ഭുതമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. നിങ്ങളെ ഞാൻ ഈ സമയത്ത് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, വിളിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അധികം മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.